നമസ്കാരം. കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഭീഷണിയുമായി ഖലിസ്ഥാൻ ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് തലവൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഡിസംബർ 30-ന് ഇന്ത്യയുടെയും റഷ്യയുടെയും എംബസികൾ ആക്രമിക്കുമെന്നാണ് സിഖ് ഫോർ ജസ്റ്റിസ് മേധാവി ഗുർപത്വന്ത് സിംഗ് പന്നൂൻ പുറത്തുവിട്ട സന്ദേശത്തിൽ പറയുന്നത്. റഷ്യ ഇന്ത്യക്ക് രാസായുധം നൽകുന്നതായാണ് ഖലിസ്ഥാൻ ഭീകര സംഘടന ആരോപണമുയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും റഷ്യയുടെയും എംബസികൾ തകർക്കുമെന്നാണ് പന്നൂൻ ഭീഷണി ഉയർത്തിയിട്ടുള്ളത്. ലണ്ടൻ, ഒട്ടാവ, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളിലെ റഷ്യൻ ഇന്ത്യൻ എംബസികൾ ആക്രമിക്കുമെന്നും പിടിച്ചെടുക്കുമെന്നുമാണ് പന്നുവിന്റെ ഭീഷണി സന്ദേശത്തിലുള്ളത്. ഡിസംബർ 20-ന് ഇന്ത്യയുടെയും റഷ്യയുടെയും നയതന്ത്രജ്ഞരെ ആക്രമിക്കുമെന്നും സിഖ് ഫോർ ജസ്റ്റിസ് ഭീഷണിപ്പെടുത്തി. പഞ്ചാബിലെ ശംഭു അതിർത്തിയിലെ പുതിയ കർഷക പ്രക്ഷോഭത്തിനിടെ പ്രക്ഷോഭകരെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന കണ്ണീർ വാതകം പ്രയോഗിച്ചിരുന്നു. സിഖ് കർഷകരെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സർക്കാർ റഷ്യൻ കെമിക്കൽ റിയർ ഗ്യാസ് ഗ്രനേഡുകൾ ഉപയോഗിച്ചെന്നാണ് ഖലിസ്ഥാൻ ഭീകരർ ആരോപിക്കുന്നത്. പഞ്ചാബിനെതിരായ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കാളിയാണെന്നും ഇവർ ആരോപിക്കുന്നു. ഇതിനെതിരായി ഡിസംബർ 30-ന് പ്രതിഷേധ ദിനം ആചരിക്കാൻ പഞ്ചാബിലെ കർഷകരോട് ഗുർപത്വന്ത് സിംഗ് പന്നൂൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ പന്നൂൻ ഭീഷണി മുഴക്കി രംഗത്തെത്തുന്നത്. അടിക്കടി ഭീഷണിയുമായി എത്തുന്ന പന്നുവിന് വായ്ത്താളം മാത്രമേ ഉള്ളൂ എന്നും പ്രവൃത്തിയിൽ യാതൊന്നും കാണുന്നില്ല എന്നും സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾ ഉയരാറുണ്ട്. അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഗുർപത്വന്ത് സിംഗ് പന്നൂൻ ഭീഷണി മുഴക്കിയിരുന്നത് വലിയ വാർത്തയായി മാറിയിരുന്നു. സിഖ് ഫോർ ജസ്റ്റിസ് പുറത്തുവിട്ട വീഡിയോയായിരുന്നു ഭീഷണി. കഴിഞ്ഞ മാസം, അതായത് നവംബർ 16, 17 തീയതികളിൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് പന്നൂൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. കാനഡയിലെ ബ്രാംപ്ടണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോയിലാണ് ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് പന്നൂൻ പറഞ്ഞിരുന്നത്. അക്രമ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടിത്തറ ഞങ്ങൾ ഇളക്കും. ഇന്ത്യയിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നിന് നേരിട്ടുള്ള ഭീഷണിയാണ് പന്നൂൻ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. ഈ വർഷം ജനുവരിയിൽ രാമക്ഷേത്രം തുറന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പന്നൂൻ ഭീഷണി മുഴക്കിയതുപോലെ യാതൊന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ നവംബർ 1-നും 19-നും ഇടയിൽ എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്ര ചെയ്യരുതെന്ന് പന്നൂൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കെതിരെ ആക്രമണം നടത്താനും പന്നൂൻ ആഹ്വാനം ചെയ്തിരുന്നു. 1984-ലെ സിഖ് വംശഹത്യയുടെ 40-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പന്നൂൻ ഭീഷണി മുഴക്കിയത്. അന്നും ഭീഷണി മുഴക്കിയതുപോലെ യാതൊരു ആക്രമണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പന്നൂൻ ഭീഷണി മുഴക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ധാരാളം പരിഹാസങ്ങളും ട്രോളുകളുമാണ് ഉയരാറുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.